ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ മാത്സിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള പാഠഭാഗവും ഇതിലെ ഫുൾ ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഓക്കെ, 7th ചാപ്റ്ററാണ് കുറയ്ക്കണോ കൂട്ടണോ. കുറയ്ക്കണോ വേണ്ടത് കൂട്ടുകയാണോ വേണ്ടത് നമുക്ക് നോക്കാം അല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യത്തേത് മുത്തുകൾ ഇടാം എന്ന പ്രവർത്തനമാണ്. ഒഴിഞ്ഞ പാത്രം നിറക്കാം. 100 മുത്തുകളിൽ നിന്ന് ഓരോന്ന് വീതം എണ്ണിയെടുക്കണേ എന്നാണ് ഒരു കുട്ടി പറയുന്നത്. അപ്പോൾ മുത്തുകൾ ഇടാം എന്ന കളിയാണ് ഇവിടെ കളിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഓക്കെ, പട്ടിക ആദ്യം നമുക്ക് പൂർത്തിയാക്കി നോക്കാം. ഒന്നാമത്തെ ആൾ മുത്തുകൾ ഇടുകയാണ്. അപ്പോൾ 90 എണ്ണമാണ് കൈവശമുള്ള മുത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 100 ആകാൻ വേണ്ടി എത്ര മുത്തുകൾ ആവശ്യമായി വരും? അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണത് കാണേണ്ടത്? എത്ര മുത്തുകൾ കൂടെ വേണം എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ളത് ആകെ വേണ്ടത് 100 ആണല്ലേ. അപ്പോൾ 100ൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? കൈവശമുള്ള മുത്തായിട്ടുള്ള 90 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 0 കിട്ടും. 0ൽ നിന്നും 9 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 10ൽ നിന്നും കുറക്കുക. 10ൽ നിന്നും 9 കുറച്ചാൽ ബാക്കി 1. അപ്പോൾ ഇനി എത്ര മുത്തുകൾ കൂടെ വേണം? 10 മുത്തുകൾ കൂടെ ആവശ്യമാണ്. രണ്ടാമത്തേത് 75 മുത്ത് കൈവശമുണ്ട്, ബാക്കി എത്ര മുത്ത് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്യുക. 100ൽ നിന്നും 75 നമ്മൾ കുറച്ച് നോക്കുക. 0ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് കടെടുക്കണം. അപ്പോൾ ഇവിടുന്ന് കടെടുക്കുമ്പോൾ ഇവിടെ 10 ആവും. ഇവിടുന്ന് വീണ്ടും കടെടുക്കുമ്പോൾ ഇവിടെ 9 ആയിട്ട് വരും. ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 കുറച്ചാൽ ബാക്കി 5. 9ൽ നിന്നും 7 കുറച്ചാൽ ബാക്കി എത്രയുള്ളത്? 2. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 25 മുത്തുകൾ കൂടെ ആവശ്യമാണ്. അടുത്തത് 20 മുത്തുകൾ ആണ് ആവശ്യമുള്ളത്. ഇവിടെ എത്ര കൈവശമുണ്ട് എന്ന് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. 100ൽ നിന്നും 20 കുറച്ച് നോക്കുക. 100ൽ നിന്നും 20 കുറക്കുമ്പോൾ എത്ര കിട്ടും? 0ൽ നിന്നും 0 കുറക്കുമ്പോൾ 0. 10ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8. അപ്പോൾ കൈവശമുള്ളതെന്ന് പറയുന്നത് 80 മുത്തുകളാണ്. ഇനി അടുത്തത് 50 മുത്തുകൾ കൈവശമുണ്ട്, ബാക്കി എത്ര മുത്ത് വേണം? അത് ഈസി ആണല്ലേ. 50ൽ കൂടെ 50ഉം കൂടെ കൂട്ടുമ്പോഴാണ് 100 ആവുള്ളൂ. അപ്പോൾ 50 മുത്തുകൾ കൂടെ ആവശ്യമാണ്. ഇനി ഒരു മുത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ കൈവശം എത്ര മുത്തുണ്ടായിരിക്കും? 99 മുത്തുകൾ ഉണ്ടായിരിക്കും. ഇനി 12 മുത്തുകൾ ആവശ്യമുണ്ട്, കൈവശമുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ 100ൽ നിന്നും എന്ത് കുറക്കണം? 12 കുറച്ച് നോക്കണം. 100ൽ നിന്നും 12 കുറച്ച് നോക്കുക. 12 കുറക്കുക. 0ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് കടെടുത്തു. അപ്പോൾ ഇവിടെ 9 ആയി. ഇവിടെ 10 ആയി. 10ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ 8. 9ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 8. അപ്പോൾ എത്ര മുത്തുകളുണ്ട് കൈവശം? 88 മുത്തുകളുണ്ട്. ഇനി 33 മുത്തുകൾ കൈവശമുണ്ട്, ബാക്കി എത്ര മുത്ത് വേണം എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ 100ൽ നിന്നും എന്ത് കുറക്കണം? 33 കുറച്ച് നോക്കുക. 33 കുറക്കുക. ഇവിടെ 9, ഇവിടെ 10. 10ൽ നിന്നും 3 കുറച്ചാൽ 7. 9ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 6. അപ്പോൾ 67 മുത്തുകൾ കൂടെ ആവശ്യമുണ്ട്. ഇനി ഞാൻ കണക്കാക്കിയ രീതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്തത്? 100ൽ നിന്നും തന്നിട്ടുള്ള സംഖ്യ കുറച്ചു. അതാണ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. അടുത്ത പ്രവർത്തനം മുത്ത് മാറ്റാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ മുത്തുകളിടാം. കളിക്കായി ഓരോ കുട്ടിയും 100 മുത്ത് വീതം കൊണ്ടുവന്നു. 10 കുട്ടികൾ കൊണ്ടുവന്ന മുത്ത് ഒരു പാത്രത്തിലിട്ടു. പാത്രത്തിൽ ആകെ എത്ര മുത്തുണ്ട് എന്നാണ് നമ്മളുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 കുട്ടികളാണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കുട്ടി കൊണ്ടുവന്ന 100, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി 4, 5, 6, 7, 8, 9, 10. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. ഇത് 10 പ്രാവശ്യം ആകുമ്പോൾ ഇവിടെ 10 എന്ന് വരും. അപ്പോൾ എത്ര മുത്താണ്? 1000 മുത്തുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ടീച്ചർ പാത്രത്തിൽ നിന്നും എന്ത് ചെയ്തു? ഒരു മുത്ത് എടുത്തു മാറ്റി. ഇപ്പോൾ പാത്രത്തിൽ എത്ര മുത്തുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1000ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണുള്ളത്? 1000 - 1 എന്ത് വരും? ഇവിടെ
പൂജ്യത്തിൽ നിന്നും 1 കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് കടം എടുക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് കടം എടുക്കുമ്പോൾ ഇവിടെ 10 ആവും, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 1 കുറച്ചാൽ ബാക്കി 9, ഇവിടെ 9, ഇവിടെ 9. അപ്പോൾ ഇനി എത്ര ഉണ്ടായിരിക്കും? 999 രൂപ 9 മുത്തുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്? 1000 മൈനസ് 1 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. 999 മുത്തിൽ നിന്ന് ഓരോ ഗ്രൂപ്പിനും 111 എണ്ണം വീതം നൽകി ഓരോ പ്രാവശ്യം ബാക്കി വന്ന എണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോൾ എത്ര എണ്ണമാണ് കുറഞ്ഞു പോകുന്നത് എന്ന് എഴുതണം അല്ലേ. അപ്പോൾ 999 നിന്നും 111 കൊടുക്കുമ്പോൾ പിന്നെ ആദ്യത്തെ ഗ്രൂപ്പിന് കൊടുത്തപ്പോൾ പിന്നെ ഉള്ളത് 888 മുത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇനി 888 നിന്നും 111 കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മൈനസ് ചെയ്ത് നോക്കുക. 888 മൈനസ് 111, ഇവിടെ 7, ഇവിടെ 7, 7. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 777 മുത്തുകൾ ഉണ്ടായിരിക്കും. ഇനി വീണ്ടും നമ്മൾ കൊടുക്കുകയാണ് 111 അല്ലേ. അപ്പോൾ 777 നിന്നും 111 പിന്നെയും കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടായിരിക്കും 666 666 ഉണ്ടായിരിക്കും. ഇനി 666 നിന്നും നമ്മൾ വീണ്ടും 111 കൊടുക്കുകയാണ്. മൈനസ് 111, ഇവിടെ 5, ഇവിടെ 5, 6ൽ നിന്ന് 1 കുറച്ചാൽ 5. അപ്പോൾ 555 മുത്ത് പിന്നെയും ഉണ്ടായിരിക്കും. ഇനി 555 മുത്തിൽ നിന്നും 111 മുത്ത് അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4, 444 മുത്തുകൾ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ നിന്നും 111 നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ 333 മുത്തുണ്ടായിരിക്കും. 441 നിന്നും 111 കൊടുക്കുമ്പോൾ 333. ഇനി ഇതിൽ നിന്നും 111 കൊടുക്കുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 222 മുത്തുണ്ടായിരിക്കും. 333 മൈനസ് 111 222. ഇനി ഇതിൽ നിന്നും നമ്മൾ കൊടുക്കണം അല്ലേ. 222 നിന്നും 111 കൊടുക്കും. അപ്പോൾ എത്രയായിരിക്കും? 111 മുത്തുകൾ ഉണ്ടായിരിക്കും. ഇനി ഈ 111 മുത്ത് അടുത്ത ഗ്രൂപ്പിന് 111 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 0 ആയിരിക്കും. ഇവിടെ എത്ര ഗ്രൂപ്പിനാണ് മുത്ത് കിട്ടിയത്? ഇവിടെ എത്ര ഗ്രൂപ്പിനാണ് കൂട്ടുകാരെ മുത്ത് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. 1, 1, 2, 3, 4, 5, 6, 7, 8, 9 ഗ്രൂപ്പിന് കിട്ടി അല്ലേ. അപ്പോൾ 9 ഗ്രൂപ്പിന് മുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ കുറച്ചാൽ 0 കിട്ടും എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഇപ്പോൾ ഇവിടെ ഏത് സംഖ്യയിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലും എന്താണ് കിട്ടുക? 0 കിട്ടുക അല്ലേ. ഇപ്പോൾ 1ൽ നിന്നും 1 കുറച്ചാൽ 0 കിട്ടും. 10ൽ നിന്നും 10 കുറച്ചാൽ 0 കിട്ടും. ഏത് സംഖ്യയിൽ നിന്നും ആ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. 98ാമത്തെ പേജാണ്. സ്ഥാനം മാറുമ്പോൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അബാക്കസിലെ സംഖ്യ എഴുതൂ. ഇവിടെ തന്നിട്ടുള്ള അബാക്കസിലെ സംഖ്യ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എഴുതി നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം എഴുതി നോക്കാം. തന്നിട്ടുള്ള അബാക്കസിലെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണെന്ന്. ഇവിടെ 1ൻ്റെ സ്ഥാനത്തുള്ളത് എത്രയാണ്? 3 ആണല്ലേ. ഇവിടെ നോക്ക് 1, 2, 3, 4, 5, 6. ഇവിടെ 6 ആണുള്ളത്. 6. ഇത് 1, 2, 3, 4 ആണുള്ളത്. സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 463 ആണ്. ഇനി ഈ സംഖ്യ 233 ആക്കാൻ ഏതൊക്കെ മുത്തുകൾ മാറ്റണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 233 ആക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ 100ൻ്റെ സ്ഥാനത്തുള്ളത് 4 എണ്ണമാണ് അല്ലേ. ഇതിനെന്താക്കി മാറ്റണം? ഇതിനെ 4ൽ നിന്നും കുറച്ച് 2 ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ 2 എണ്ണം കൂടുതലുണ്ടാവും അല്ലേ. ആ കൂടുതലുള്ളതിനെ നമുക്ക് ഏതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോവാം? അതിനെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 100ൻ്റെ സ്ഥാനത്ത് 2 മുത്തും, അതുപോലെ തന്നെ 10ൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 മുത്തും, 1ൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ 2 മുത്തും കൊണ്ടുവരിക. അപ്പോൾ എന്തായി? 231 എന്നായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. ഇനി എടുത്ത് മാറ്റിയ മുത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വേറെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 100ൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ 2 മുത്തുകളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ ഇവിടെ 2 ആയി. 10ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ കൊടുന്നിടുക. അപ്പോൾ ഇവിടെ 3 ആയി. 1ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ കൊടുന്നിടുക. അപ്പോൾ എത്രയായി? 232 ആയിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം. അടുത്ത പേജിൽ അബാക്കസിലെ സംഖ്യയാണ്. അബാക്കസിലെ സംഖ്യ ഏതാണെന്നാണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ. ഇവിടെ 1ൻ്റെ സ്ഥാനത്തുള്ളത് എത്ര എണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7 എണ്ണം.
അപ്പോൾ 1ൻ്റെ സ്ഥാനത്തുള്ളത് 7 എണ്ണമാണല്ലേ. ഇനി 10ൻ്റെ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ 1 2 3 4 എണ്ണമാണ് ഉള്ളത്. 100ൻ്റെ സ്ഥാനത്ത് 1 2 3 എണ്ണമാണുള്ളത്. അപ്പോൾ അബാക്കസിലെ സംഖ്യ ഏതാണ്? 347 ആണ് സംഖ്യ എന്ന് പറയുന്നത്. ഇനി 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? 100ൻ്റെ സ്ഥാനത്ത് നിന്നാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? ഈ 100ൻ്റെ സ്ഥാനത്ത് 3 ഉള്ളത് 2 ആയിട്ട് മാറും. അപ്പോൾ ഏതാണ് സംഖ്യ? 247 എന്ന് കിട്ടും. ഇനി 10ൻ്റെ സ്ഥാനത്ത് നിന്ന് 2 മുത്ത് കൂടി മാറ്റു, കിട്ടുന്ന സംഖ്യ ഏതാണ്? 10ൻ്റെ സ്ഥാനത്ത് നിന്ന് 4 മാറ്റിയിട്ട് 2 സംഖ്യ മാറ്റുക, അപ്പോൾ ഇവിടെ 2 ആയിട്ട് മാറും. അപ്പോൾ സംഖ്യ ഏതാണ്? 227. ഇനി 1ൻ്റെ സ്ഥാനത്ത് നിന്ന് 4 മുത്തുകൂടി മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ഈ 3ൽ നിന്നും 4 എണ്ണം മാറ്റണം. അപ്പോൾ 1 2 3 4 എണ്ണം മാറ്റുക. ബാക്കി എത്രയാണുള്ളത്? 3 ആണുള്ളത് അല്ലേ. അപ്പോൾ സംഖ്യ എത്രയാണ്? 223 സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ അബാക്കസിൽ മുത്തുകൾ എങ്ങനെയാണുള്ളത്? 100ൻ്റെ സ്ഥാനത്തുള്ളത് 2 മുത്താണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 2 മുത്ത് വരച്ചു കൊടുക്കുക. 10ൻ്റെ സ്ഥാനത്തുള്ളത് 2 മുത്താണ്. 1 2 വരച്ചു കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്തുള്ളത് 3 മുത്താണ്. 1 2 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 മുത്ത് അവിടെയും നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി 1ൻ്റെ സ്ഥാനത്തുള്ള ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിടൂ, സംഖ്യ ഏതാണ് എന്നാണ് പറയുന്നത്. ആദ്യം ഇവിടെ ഉള്ളത് 1ൻ്റെ സ്ഥാനത്തുള്ളത് എത്രയാണ്? 1 ആണ്. ഇവിടെ 10ൽ 1 2 3 4 എണ്ണമാണുള്ളത്. 100ൽ 1 2 3 എണ്ണമാണുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള സംഖ്യ 341 ആണ്. ഇതിലെന്ത് ചെയ്യണം? 10ൻ്റെ സ്ഥാനത്ത് 1ൻ്റെ സ്ഥാനത്തുള്ള ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടിടുക. അപ്പോൾ ഇവിടെ 5 ആയിട്ട് മാറും, ഇവിടെ 0 ആയിട്ട് മാറും. സംഖ്യ ഏതാണ്? 350 എന്ന സംഖ്യ കിട്ടും. ഓക്കെ, ഇനി ചെയ്ത കാര്യം ഇങ്ങനെ എഴുതാം. ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 300 + 40 + 7 347 ആയിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സംഖ്യയിൽ വ്യത്യാസം വരുത്തി. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ 100 20 4, അപ്പോൾ 124 എന്ന മാറ്റത്തിലേക്ക് വന്നു. ഇനി കിട്ടിയ സംഖ്യ ഏതായിരുന്നു? 223 എന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ബാക്കി എത്ര എന്നുള്ള അടുത്ത പേജിലേക്ക് കിടക്കാം. ടീച്ചറുടെ കയ്യിൽ 578 രൂപയുണ്ട്. അബാക്കസ് നിർമ്മിക്കാൻ സ്കൂൾ സൊസൈറ്റിയിൽ നിന്ന് മുത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുത്ത് അവിടെ നിന്ന് വാങ്ങിക്കുകയും വേണം. ഇനി 400ഉം 6 10ഉം 5 1 രൂപയും കൊടുത്തു. ടീച്ചറുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 400 കൊടുത്തു അല്ലേ. 400 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 400. അതുപോലെ തന്നെ 6 10 എന്ന് പറയുമ്പോൾ 60 രൂപ. 5 1. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കണം. അപ്പോൾ എത്രയായി? 5 6 4 465 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 465 രൂപയാണ് കൊടുത്തത്. ഇനി ടീച്ചറുടെ കയ്യിൽ അപ്പോൾ എത്ര ബാക്കി ഉണ്ടായിരിക്കും? ആകെ ഉള്ളത് എത്രയാണ്? 578 ആണല്ലേ. അപ്പോൾ 578ൽ നിന്നും 465 നമ്മൾ കുറക്കുക. ഇവിടെ 3 7ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കടം എടുക്കുക. അപ്പോൾ ഇവിടെ 17 ആയിട്ട് മാറും. 17ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 11. ബാക്കി 1. ഇവിടെ 5 അല്ല 4 ആണ്. അപ്പോൾ ഇവിടെ 4ൽ നിന്നും 4 കുറക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ബാക്കി 1 ഉണ്ട്. ബാക്കി 1 ഇറക്കി എഴുതുക. അപ്പോൾ 113 രൂപ ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർ കൊടുത്ത പൈസ എന്ന് പറയുന്നത് 578 ആണ്. അതിൽ നിന്നും ബാക്കിയുള്ളത് 113 ആണ്. ഈ 578 - 465 113 ഞാൻ കണക്കാക്കിയത് ശരിയാണോ? അതുപോലെ അത് ശരിയാണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 465ൻ്റെ കൂടെ 113 കൂട്ടി 578 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി അബാക്കസ് വാങ്ങാനാണ്. സ്കൂൾ സൊസൈറ്റിയിൽ നിന്നും ഇഷ 125 രൂപ വിലയുള്ള അബാക്കസ് വാങ്ങി. 125 രൂപയാണ്. 150 രൂപ കൊടുത്തു. ഏതൊക്കെ നോട്ടുകളാണ് കൊടുത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 150 രൂപ കൊടുക്കാൻ വേണ്ടി 100ൻ്റെ ഏത് നോട്ട് കൊടുക്കണം? 100ൻ്റെ ഒരു നോട്ട് കൊടുക്കുക. ഒരു നോട്ട്. അതുപോലെ തന്നെ 50ൻ്റെ ഒരു നോട്ട്. അപ്പോൾ എത്രയായി? 150 ആയി. ഇനി എത്ര രൂപ ബാക്കി കിട്ടിയിട്ടുണ്ടായിരിക്കും? ആകെ കൊടുത്തത് 150 ആണ്. 125 രൂപയാണ് അവിടെ ആയത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 4 ആവും. ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 കുറച്ചാൽ ബാക്കി 5. 4ൽ നിന്നും 2 കുറച്ചാൽ ബാക്കി 2. ഇവിടെ 0. അപ്പോൾ ബാക്കി എത്ര രൂപ കിട്ടും? 25 രൂപ കിട്ടും. ഇനി എങ്ങനെയാണ് കണക്കാക്കിയത്? 150 - 125 ബാക്കി 25 എന്ന് ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ,
ഇനി ഇവിടെ ഓരോ രീതിയിൽ കണക്കാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന് 175ൻ്റെ കൂടെ ആദ്യം 5 കൂട്ടുക, എന്നിട്ട് 130 ആക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് 5 രൂപ ബാക്കി കൊടുത്തു. ഇനി 130ൽ നിന്നും 150 ആവാം, 20 കൂടെ വേണം. അപ്പോൾ 20 ബാക്കി കൊടുത്തു. അപ്പോൾ എത്രയായി? 5 + 20 25 രൂപ ആയി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 150 - 125 ചെയ്യുക. 150ൽ നിന്നും 1 കുറക്കുക, 149 ആവും. 149ൽ നിന്നും 125 കുറക്കുക, അപ്പോൾ 24 കിട്ടും. 24 1 25 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഉത്തരം കാണാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്തത് എടുത്തു മാറ്റാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. ഇതിൽ എത്ര 100 എന്നാണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്ര 100 എന്ന് നമ്മൾ നോക്കണം അല്ലേ. ഇവിടെ ഇത് 100, ഇത് 100, ഇത് 100. എത്ര 100 എത്ര 100 3 100 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 100 എന്ന് എഴുതുക. ഇനി എത്ര 10 ഉണ്ട്? 1 2 3 3 10 ഉണ്ട്. എത്ര 1 ഉണ്ട്? 1 2 2 ഒന്നുകളാണ് ഉള്ളത്. അപ്പോൾ സംഖ്യ ഏതാണിതുള്ളത്? ഈ സംഖ്യ എന്ന് പറയുന്നത് 332 ആണല്ലേ. സംഖ്യ 332. ഇവയിൽ നിന്നും 212 ചതുരം എടുത്തു മാറ്റി. അപ്പോൾ 332ൽ നിന്നുമാണ് എടുത്തു മാറ്റുന്നത്. അതിൽ നിന്നും 212 എടുത്തു മാറ്റുകയാണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കുറച്ച് നോക്കണം അല്ലേ. 2ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 0, 3ൽ നിന്ന് 1 കുറച്ചാൽ ബാക്കി 2, 3ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 1. അപ്പോൾ എത്രയുണ്ടായിരിക്കുക? 120 ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ എത്ര 100 ഒരു 100 ഉണ്ട്. എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട്. ബാക്കി 1 0 എത്രയാണ് സംഖ്യ? 120. അപ്പോൾ നമ്മൾ ചെയ്തത് 332 - 212 ചെയ്തു, 120 എന്ന് ഉത്തരം കിട്ടി. ഇനി ഇതുപോലെ 338ൽ നിന്നും 116 കുറക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. 338ൽ നിന്നും 116 നമ്മൾ കുറക്കാം. 8ൽ നിന്നും 6 കുറച്ചാൽ ബാക്കി 2, 3ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2, 3ൽ നിന്നും 1 കുറച്ചാൽ ബാക്കി 2. എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 222 നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, 222. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്തത് ഇനി ആര് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്തു നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് 3 സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ. 319, 301 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇത് 319, 319ൽ നിന്നും 10 ആവണമെങ്കിൽ എത്രയാണ് അവിടെ കുറച്ചിട്ടുള്ളത്? ഇവിടെ കുറച്ചത് 9 ആണ് കുറച്ചിട്ടുള്ളത്. 10ൽ നിന്നും 101 ആവണമെങ്കിലും 9 കുറച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടുകഴിഞ്ഞാൽ ഈ 101ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 9 കുറക്കണം. അപ്പോൾ 101 കുറക്കണം 9 ചെയ്ത് നോക്കുക. ഇവിടെ എന്ത് ചെയ്യണം? 1ൽ നിന്നും 9 കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങോട്ട് എടുത്തു പോയാൽ അവിടെ 0. അപ്പോൾ ഇവിടുന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ 2 ആവും. ഇവിടെ 10 ആവും. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടുന്ന് 9 ആവും. ഇത് 11 ആവും. 11ൽ നിന്നും 9 കുറച്ചാൽ ബാക്കി 2. ഇവിടെ 9 വരും. ഇവിടെ 2. അപ്പോൾ എത്രയാണ്? 292 എന്ന് ഉത്തരം കിട്ടും. ഇനി 292ൽ നിന്നും നമ്മൾ വീണ്ടും 9 കുറക്കുക. ഇവിടുന്ന് കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ഒന്ന് കടെടുക്കുക. അപ്പോൾ ഇവിടെ 8 ആവും. ഇവിടെ 1 ആവും അല്ലേ. 12ൽ നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 12ൽ നിന്നും 9 കുറച്ചാൽ ബാക്കി 3. ഇവിടെ 8 എഴുതുക. ഇവിടെ 2 എഴുതുക. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും 283 എന്ന് കിട്ടും അല്ലേ. ഇനി 283ൽ നിന്നും വീണ്ടും 9 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടുന്ന് 13 ആവും. ഇവിടെ 7 ആയിട്ട് മാറും. 13ൽ നിന്നും 9 കുറക്കുമ്പോൾ 4, 7 ഇങ്ങോട്ട് എഴുതുക. 274 എന്ന് ഇവിടെ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 728, 700, 672 അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ 728, 700 വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 28 വ്യത്യാസം എന്ന് പറയുന്നത്. 700ഉം 672 തമ്മിലുള്ള വ്യത്യാസം 28. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 672ൽ നിന്നും നമ്മൾ 8 അല്ല 28 അല്ലേ. 28 കുറച്ച് നോക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കണം. എത്ര കിട്ടും? ഇവിടെ 2 ആണ്. ഇവിടുന്ന് കടെടുക്കുക. ഇവിടെ 6 ആവും. 12 ആവും. 12ൽ നിന്നും 8 കുറച്ചാൽ ബാക്കി 4, 6ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 4, ഇവിടെ 6 ആവും. അപ്പോൾ 644 എന്നുള്ള സംഖ്യ ഇവിടെ കിട്ടും. ഇനി 644ൽ നിന്നും വീണ്ടും 28 കുറക്കുക. അപ്പോൾ 8ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ 3 ആവും. 14ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ 14ൽ നിന്നും 8 കുറക്കുമ്പോൾ അവിടെ എത്രയാണ് കിട്ടുന്നത്? 6 ആണല്ലേ.
6 കിട്ടും. ഇനി ഇവിടെ 3 ആണ്. 3ൽ നിന്നും 2 കുറച്ചാൽ ബാക്കി 1, 6 എഴുതുക. 616 എന്ന് ഇവിടെ ഉത്തരം കിട്ടും. 616ൽ നിന്ന് വീണ്ടും 28 കുറക്കുക. എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 1 ആണല്ലേ. 6ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ 16 ആവും, ഇവിടെ 0 ആവും. 16ൽ നിന്നും 8 കുറച്ചാൽ 8. ഇവിടെ 0ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 5 ആവും. 10ൽ നിന്നും 2 കുറച്ചാൽ ബാക്കി 8, ഇവിടെ 5. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 588 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. ഇവിടെ സ്കൂൾ സൊസൈറ്റി 2 ദിവസങ്ങളിലായി 642 രൂപ കിട്ടി. ഒന്നാം ദിവസം കിട്ടിയത് 253 രൂപ. രണ്ടാം ദിവസം എത്ര രൂപ കിട്ടി എന്ന് എങ്ങനെ കണക്കാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് നോക്കിയാൽ മതി അല്ലേ, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. 253 രൂപയാണ് ഒന്നാം ദിവസം കിട്ടിയത്. അപ്പോൾ അത് 642 ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ 253 റൗണ്ട് ആക്കുക. അപ്പോൾ 7 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 260 എന്ന് കിട്ടും. ഇനി 260 വീണ്ടും റൗണ്ട് ആക്കാൻ വേണ്ടി 300ലേക്ക് കിടക്കാം. 300 ആവണമെങ്കിൽ 40 കൂട്ടണം. ഇനി 300ൽ നിന്നും 600 ആവണമെങ്കിൽ വീണ്ടും 300 കൂട്ടണം. 600ൽ നിന്നും 642 ആവണമെങ്കിൽ 42 കൂട്ടണം. അപ്പോൾ അവിടെ കൂട്ടിയ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 7, 42, അതുപോലെ തന്നെ 300, 40 അല്ലേ? ഇത്രയും സംഖ്യകളാണ് നമ്മൾ കൂട്ടിയത്. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 389 എന്ന് കിട്ടും. അപ്പോൾ 389 ആണ് അവിടുത്തെ വ്യത്യാസം. അല്ലെങ്കിൽ രണ്ടാം ദിവസം എത്ര രൂപ കിട്ടിയെച്ചാൽ 389 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അത് കണക്കാക്കാൻ ഒരു വേ ആണ്, ഒരു രീതിയാണിത്. അടുത്ത രീതിയാണ് ഇത്. 253ൻ്റെ കൂടെ 47 കൂട്ടിയാൽ 300 ആവും. 300ൻ്റെ കൂടെ 342 കൂട്ടിക്കഴിഞ്ഞാൽ 642 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 342ഉം 47ഉം കൂടെ കൂട്ടുക. അപ്പോൾ 389 ഉത്തരം കിട്ടും. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ 642 മൈനസ് 253 എന്നുള്ളത് ഇതേപോലെയും ചെയ്തു നോക്കുക. അപ്പോൾ 3 രീതിയിൽ ഉത്തരത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സൂചനയായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് വില എത്ര? സുഷയുടെ കയ്യിൽ 572 രൂപയുണ്ടായിരുന്നു. മുത്തും അബാക്കസും വാങ്ങിയ ശേഷം 394 രൂപ ബാക്കിയുണ്ട്. ഓക്കെ, മുത്തിനും അബാക്കസിനും കൂടി ആകെ എന്ത് വിലയായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് 572 രൂപയാണ് കയ്യിലുള്ളത്. അതിൽ നിന്നും 394 എന്ത് വാങ്ങി? മുത്തും അബാക്കസും വാങ്ങി. അതാണ് മനസ്സിലായ കാര്യം. ഇനി ഉത്തരം കണക്കാക്കണമെങ്കിൽ ഈ 572ൽ നിന്നും 394 നമ്മൾ എന്ത് ചെയ്യണം? കുറക്കാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന നോർമൽ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എഴുതുക 572 മൈനസ് 394. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 394ൻ്റെ കൂടെ 4 കൂട്ടി നോക്കുക. അപ്പോൾ എത്രയായി? 400 എന്ന് കിട്ടി. ഇനി 400ൻ്റെ കൂടെ 172 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 572 ആയി. ഇപ്പോൾ ഇവിടെ കൂട്ടിയ സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് 4ഉം മറ്റൊന്ന് 172മാണ്. 4ഉം 172 കൂടെ കൂട്ടുമ്പോൾ 178 എന്ന് ഉത്തരം കിട്ടും. കിട്ടിയ ഉത്തരം 178 ഇനി നിങ്ങളുടെ കൂട്ടുകാരെ എങ്ങനെയാണോ ചെയ്തത് ആ രീതി നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. വ്യത്യാസം എത്ര? ഇഷയും സുഷയും അബാക്കസ് കളിക്കുകയാണ്. സുഷി ഇനി ഉണ്ടാക്കിയ സംഖ്യ എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഷി ഉണ്ടാക്കിയ നമ്പർ നമുക്ക് നോക്കാം. 1ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5 ആണല്ലേ. അപ്പോൾ ഇവിടെ 5 കിട്ടി. 10ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണുള്ളത്. 100ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6 എണ്ണമാണുള്ളത്. സംഖ്യ ഏതാണ്? ഇഷ ഉണ്ടാക്കിയ സംഖ്യ എന്ന് പറയുന്നത് 685 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി സുഷ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എണ്ണി നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6, 7. 10ൻ്റെ സ്ഥാനത്ത് 3 എണ്ണമാണുള്ളത്. ഇവിടെ 1, 2, 3, 4, 5, 6 എണ്ണമാണുള്ളത്. സംഖ്യ എന്ന് പറയുന്നത് 637 ആണ്. ഇനി ആരാണ് വലിയ സംഖ്യ ഉണ്ടാക്കിയിട്ടുള്ളത്? 685 ആണോ 637 ആണോ? ഏതാണ് വലുത്? 685 ആണല്ലേ. അപ്പോൾ അത് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇഷ. അപ്പോൾ അവിടെ ഇഷ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഈ സംഖ്യയുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ 685 നിന്നും നമ്മൾ എന്ത് കുറക്കണം? 637 കുറച്ച് നോക്കണം.
ഇവിടെ 5ൽ നിന്നും 7 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നും ഇങ്ങോട്ട് കടെടുക്കുക. ഇവിടെ 15ആയി, ഇവിടെ 7ആയി. 15ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ ബാക്കി 8. ഇനി 7ൽ നിന്നും 3 പോയാൽ ബാക്കി എത്രയാണ് ഉള്ളത്? 4. ഇവിടെ 0 വരും. അപ്പോൾ എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 48 വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എൻ്റെ സംഖ്യ 948, ഞാനത് 849 മാറ്റി എന്നാണ് ഇവിടെ താഴെയായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഇത് 948, അതിനെ 848 മാറ്റാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി അബാക്കസ് നോക്കൂ, മുത്തുകളുടെ എണ്ണത്തിലെ മാറ്റം. 100ൽ എന്ത് ചെയ്തു? 948 എന്നുള്ളത് 849 ആക്കുമ്പോൾ അവിടെ 100ൽ എന്ത് ചെയ്യാണ്? 100ൽ 1 കുറയും അല്ലേ. അതുപോലെ തന്നെ 4 വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ ഒന്നുകളുടെ സ്ഥാനത്ത് 1 കൂടുകയും ചെയ്യും. ഇനി 100 കുറയുകയും 1 കൂടുകയും ചെയ്താൽ ആകെ കുറവ് എന്ന് പറയുന്നത് എത്രയാണ്? 99 കുറവ്. അപ്പോൾ 948 എന്ന സംഖ്യ 849 ആകുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 99 വ്യത്യാസം എന്ന് പറയുന്നത്. അവ കണ്ടുപിടിച്ച് മറ്റ് ജോഡികൾ എഴുതി നോക്കാനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോഡികൾ നിങ്ങൾ കുറേ ഉണ്ടായിരിക്കും, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. താഴെ ഇത്തരത്തിലുള്ള ജോഡി തന്നിട്ടുണ്ട്. 635ഉം 536 തമ്മിലുള്ള വ്യത്യാസം 99. 423 324 തമ്മിലുള്ള വ്യത്യാസം 99. 746ഉം 647 തമ്മിലുള്ള വ്യത്യാസം 99. ഇനി ഇവിടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ്? 2 സംഖ്യകളിലെ ഒന്നിലും അതുപോലെ തന്നെ 100ലും കുറയുമ്പോൾ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 99 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി താഴെ നോക്കൂ, താഴെ 2 എണ്ണം തന്നിട്ടുണ്ട്. സംഖ്യ ഇങ്ങനെയായാലോ? 896ഉം 698 വിചാരിക്കുക. 896 മൈനസ് 698. ഇവിടെ 6ൽ നിന്ന് 8 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടെ 16 ആവും, ഇവിടെ 8 ആയിട്ട് മാറും. 16ൽ നിന്ന് 8 കുറച്ചാൽ 8, ഇവിടെ 8, ഇവിടെ 9. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടെടുക്കും, ഇവിടെ 7 ആയിട്ട് മാറും. 18ൽ നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ 9, 7ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 198. ഇനി ഇവിടെ നോക്കൂ, 634ഉം 436 അല്ലേ. ഇവിടെ കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടെ 14, ഇവിടെ 2. 14ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ 8. ഇവിടെ 2ൽ നിന്നും 3 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടെ 12 ആവും, ഇവിടെ 5 ആയിട്ട് മാറും. 12ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 9, ഇവിടെ 1 വ്യത്യാസം വരും. അപ്പോൾ 198 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇതിൽ ഏതിൻ്റെ സ്ഥാനത്താണ് മാറ്റം വന്നിട്ടുള്ളത്? 100ൻ്റെ സ്ഥാനത്ത് മാറ്റം വരികയും 1ൻ്റെ സ്ഥാനത്ത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ 198 വ്യത്യാസമായിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അടുത്തത് നോക്കാം, പേജ് നമ്പർ 106. വലിയ സംഖ്യയും ചെറിയ സംഖ്യയുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ തുടർച്ചയായ 3 അക്കങ്ങളാണ്. ഓക്കെ, തുടർച്ചയായ 3 അക്കങ്ങൾ. ഇവ ഏതെല്ലാം അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതുക. അവയുടെ വ്യത്യാസം കണക്കാക്കാനാണ് പറയുന്നത്. അഥവാ ആദ്യം തന്നിട്ടുള്ളത് 1, 2, 3 എന്നുള്ളതിലാണ്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 321, ചെറിയ സംഖ്യ 123. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ചെയ്തു നോക്കുക, എത്രയായിരിക്കും? 198 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 2, 3, 4 ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് 432, ചെറിയ സംഖ്യ 234. ഇത് തമ്മിലുള്ള വ്യത്യാസം 198 ആയിട്ട് മാറും. ഇനി ഇവിടെ 3, അടുത്ത സംഖ്യ ഏതാണ്? 4, 5 എന്നിവയാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 543, ചെറിയ സംഖ്യ 345. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം 198. അടുത്തത് നമുക്ക് എടുക്കാം, അടുത്ത സംഖ്യകൾ 4, 5, 6 എന്നിവ എടുക്കാം. വലിയ സംഖ്യ എന്ന് പറയുന്നത് 654, ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 456, വ്യത്യാസം 198. അടുത്ത സംഖ്യകൾ എടുക്കാം, 5, 6, 7 എന്നിവ എടുക്കാം. വലിയ സംഖ്യ 765, ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 567, വ്യത്യാസം എന്ന് പറയുന്നത് 198. അടുത്ത സംഖ്യകൾ 6, 7, 8 എന്നിവയായിരിക്കും. ഏറ്റവും വലിയ സംഖ്യ 876, ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 678, വ്യത്യാസം 198. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഇവിടെ 2, 3 തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ അതിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 198 ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി മുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അബാക്കസിലെ സംഖ്യ ഏതാണ്? ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4, 5 എണ്ണമാണുള്ളത് അല്ലേ.
ഇനി 10ൻ്റെ സ്ഥാനത്ത് 1 2 രണ്ടെണ്ണമാണുള്ളത്. 100ൻ്റെ സ്ഥാനത്ത് 1 2 3 സംഖ്യ എന്ന് പറയുന്നത് 325 ഇനി ഈ അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിടൂ, കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഒന്ന് മാറ്റണം അല്ലേ? എവിടെയാണ് നമ്മൾ മാറ്റേണ്ടത്? 100ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുക്കുക. 100ൻ്റെ സ്ഥാനത്തെ മുത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ നിന്നും ഒരു മുത്തെടുക്കുക. അപ്പോൾ ഇവിടെ 2 ആയിട്ട് മാറും. ആ മുത്തെടുത്തിട്ട് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടുക. അപ്പോൾ ഇവിടെ 1 ആവും. ഇവിടെ സംഖ്യ 2 ഉള്ളത് 3 ആവും. അപ്പോൾ ഏതാണ് സംഖ്യ? 235 എന്നുള്ള സംഖ്യയിലേക്ക് മാറും. അപ്പോൾ ഒരു 100 കുറഞ്ഞു ഒരു 10 കൂടുകയാണ് അവിടെ ചെയ്തത് അല്ലേ? 325-ൽ 235 തമ്മിൽ ഒരു 100 കുറഞ്ഞു ഒരു 10 കൂടി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത 107 രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 325-ഉം 235-ഉം തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കണം. 325 മൈനസ് 235. ഇവിടെ നോക്കൂ, 5 5 പോയി കഴിഞ്ഞാൽ 0. 2ൽ നിന്നും 3 കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുക്കും. ഇവിടെ 2 ആവും. 12ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 14. ബാക്കി 9 അല്ലേ? അപ്പോൾ 9 കിട്ടും. ബാക്കി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 90 വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിനോദയാത്ര എന്നുള്ളതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. ഇഷയും കുടുംബവും വിനോദയാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ബാഗ് വാങ്ങാൻ കടയിലെത്തി. അപ്പോൾ ഓരോ ബാഗിൻ്റെയും വില അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യം എന്താണ്? നീല ബാഗിൻ്റെ വില എത്രയാണ്? നീല ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഇത് നോക്കുക, എത്ര രൂപയാണ്? 695 രൂപയാണല്ലേ? അപ്പോൾ 695 രൂപ. ചുവപ്പ് ബാഗിൻ്റെ വില എത്രയാണ്? ഇവിടെയുണ്ട് 900 രൂപ. അപ്പോൾ നീല ബാഗിനേക്കാൾ ചുവപ്പ് ബാഗിൻ്റെ വില എത്ര കൂടുതലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടുതലാണ് എന്ന് നമ്മൾ കണക്കാക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 695-ൻ്റെ ഈ 900-ൽ നിന്നും 695 മൈനസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഒന്ന് എങ്കിൽ എന്ത് ചെയ്യാം? 695-ൻ്റെ കൂടെ 5 കൂട്ടുക. അപ്പോൾ എത്രയായി? 670 ഇനി 670-ൻ്റെ കൂടെ 230 കൂട്ടിക്കഴിഞ്ഞാൽ 900 എന്ന് കിട്ടും. ഇനി 900 ആയില്ലേ? അപ്പോൾ 900-ഉം ഈ 235-ഉം 5-ഉം കൂടെ കൂട്ടുക 240 വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 900 മൈനസ് 670 ചെയ്ത് നോക്കുക, 75. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതും എത്രയായിരിക്കും? ഇതേ സെയിം തന്നെ ആയിരിക്കും. ഇല്ല, സോറി കേട്ടോ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 230 5 അപ്പോൾ 235 എന്ന് കിട്ടും. അപ്പോൾ 235 എന്ന് ഇവിടെയും ഉത്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, സോറി, ശ്രദ്ധിക്കണേ. ഇനി അടുത്തതിലേക്ക് കടക്കാൻ. നമുക്ക് വടകരയിലേക്ക് എന്നുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അടുത്ത ദിവസം യാത്ര തുടങ്ങി. കാറിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ മീറ്ററിലെ സംഖ്യ ആദ്യം തന്നെ നമ്മുടെ ഇഷ എഴുതി വെച്ചു. അവസാനത്തെ 3 അക്ക സംഖ്യമാണ് എഴുതിയത്. എത്രയായിരുന്നു? 568 ആയിരുന്നു മീറ്ററിൽ ഉണ്ടായിരുന്നത്. 19 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദൂരം സൂചിപ്പിക്കുന്ന ബോർഡ് കണ്ടു. എത്രയാണ്? വടകരയിലേക്ക് ഇനി 147 കിലോമീറ്റർ കൂടെ ഉണ്ട് എന്നവിടെ എഴുതി കാണിച്ചു. നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അടുത്തത് ഇഷയുടെ വീട്ടിൽ നിന്നും വടകരയ്ക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? ആദ്യം ഉണ്ടായിരുന്നത് 500. അപ്പോൾ ഇവിടെ 19 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ബോർഡ് കണ്ടത് അല്ലേ? അപ്പോൾ 147-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 147-ൻ്റെ കൂടെ ഈ 19 കൂട്ടിയാൽ മതി. അപ്പോൾ ആകെ എത്ര ദൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്ര കിട്ടും? 6 6 1 166 കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി വീണ്ടും സഞ്ചരിച്ചപ്പോൾ മറ്റൊരു ബോർഡും കണ്ടു. അവർ എത്ര ദൂരം സഞ്ചരിച്ചു? ഇനിയുള്ളത് 98 കിലോമീറ്റർ ആണ് എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എത്ര സഞ്ചരിച്ചു? 147-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഈ 98 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 49 കിട്ടും. അപ്പോൾ 49 കിലോമീറ്റർ ആണ് അവർ അപ്പോൾ സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് വടകരയിൽ എത്തിയപ്പോൾ മീറ്ററിലെ അവസാന 3 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 568 ആണല്ലേ? അതിൽ നിന്നും ഈ 166 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ
എത്രയായിരിക്കും 734 ആയിരിക്കും ഇപ്പം മീറ്ററിൽ ഉണ്ടായിരിക്കുക 734. ഇനി നിങ്ങൾക്ക് ഈ ചോദ്യം വായിച്ചപ്പോൾ എന്തൊക്കെയാണോ മനസ്സിലായത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അവിടെ എഴുതി നോക്കുക. ഇനി അടുത്തതായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ അവർ ഹോട്ടലിൽ കയറി. അമ്മയാണ് പണം കൊടുത്തത്, 578 രൂപയായി. നേരത്തെ ചായ കുടിച്ചപ്പോഴും അമ്മ 175 രൂപ കൊടുത്തിരുന്നു. അമ്മയുടെ കയ്യിൽ 968 രൂപ ഉണ്ടായിരുന്നു. ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചപ്പോൾ കൊടുത്തിട്ടുള്ളത് 578 ആണ് അല്ലേ. ചായ കുടിച്ചപ്പോൾ 175 ഓൾറെഡി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 753 എന്ന് കിട്ടും. അപ്പോൾ 753 രൂപയാണ് ആകെ ആയിട്ടുള്ളത്. അമ്മയുടെ കയ്യിലുള്ളത് 968 രൂപയാണ്. അതിൽ നിന്നും 753 രൂപ നമ്മൾ കുറച്ച് നോക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 753ൻ്റെ കൂടെ 7 കൂട്ടി കഴിഞ്ഞാൽ 760 ആണ് അല്ലേ. 760ൻ്റെ കൂടെ 208 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? അവിടെ 968 ആയിട്ട് മാറി. അപ്പോൾ അവിടെ ആകെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും കൂട്ടുകാരെ? നമുക്ക് കുറച്ച് നോക്കാം അല്ലേ. 8ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 5, 6ൽ നിന്നും 5 കുറച്ചാൽ ബാക്കി 1, 9ൽ നിന്നും 7 കുറച്ചാൽ ബാക്കി 1. അപ്പോൾ എത്രയാണ്? 215 രൂപ ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ അബാക്കസിൽ നിന്നും എത്ര മുത്തുകൾ എടുത്തു മാറ്റിയ സംഖ്യ 101 ആകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള സംഖ്യ എന്ന് പറയുന്നത് 1ൻ്റെ സ്ഥാനത്തുള്ളത് 2 എണ്ണമാണ്, 10ൻ്റെ സ്ഥാനത്തുള്ളത് 1, 2, 3, 4 എണ്ണമാണുള്ളത്, 100ൻ്റെ സ്ഥാനത്തുള്ളത് 3 ആണ്. സംഖ്യ എന്ന് പറയുന്നത് 342 ആണല്ലേ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 101 ആക്കിയിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും 100ൻ്റെ സ്ഥാനത്ത് നിന്നും 2 എണ്ണം എടുത്ത് മാറ്റണം, 10ൻ്റെ സ്ഥാനത്ത് നിന്നും 4 എണ്ണം എടുത്ത് മാറ്റണം, 1ൻ്റെ സ്ഥാനത്ത് നിന്നും 1 എടുത്ത് മാറ്റണം. അപ്പോൾ ഇപ്പോൾ അബാക്കസിലുള്ളത് എങ്ങനെയാണെന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഇത് 1, ഇത് 100, ഇത് 10, ഇത് 100. ഓക്കെ, ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 1 ഉണ്ടായിരിക്കും, 10ൻ്റെ സ്ഥാനത്ത് 1 ഉണ്ടായിരിക്കില്ല, 1ൻ്റെ സ്ഥാനത്ത് 1 ഉണ്ടായിരിക്കും. അപ്പോൾ 101 എന്നുള്ള അബാക്കസ് ഈ രീതിയിൽ ആയിരിക്കും. ഇനി അടുത്തത് തേനീച്ച കൂടാണ്. ഇവിടെ തേനീച്ച കൂടുകൾ, റാണി തേനീച്ചയുടെ കൂട് കണ്ടെത്താൻ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട് കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യണം? പൂവിലെ ഓരോ സംഖ്യയിൽ നിന്നും തേനീച്ചയിലെ ഓരോ സംഖ്യയും കുറക്കാനാണ് പറയുന്നത്. അങ്ങനെ കിട്ടിയ സംഖ്യകളെ കൂടിൻ്റെ നമ്പറായി വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമമായിട്ട് എഴുതുക. കൂട് കണ്ടുപിടിച്ച് നിറം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറക്കാം കൂട്ടാം എന്ന പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർ കുറച്ച് നോക്കുക. ഉത്തരം പറഞ്ഞു തരാം. 400ൽ നിന്നും 300 കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 200 ആയിരിക്കും. ഇനി 500ൽ നിന്നും 300 കുറച്ച് കഴിഞ്ഞാൽ കുറക്കണം. അതുപോലെ തന്നെ ഇവിടെ 900 ആണ് ഉത്തരം എന്ന് പറയുന്നത്. 500ഉം 300ഉം കൂടെ 800 ആയി അല്ലേ. ബാക്കിയുള്ളത് 100 ആണ്. അതുപോലെ തന്നെ ഇവിടെ 900 ഉത്തരം കിട്ടണം. 400ഉം 300ഉം 700 ആയി. ബാക്കിയുള്ളത് 200 ആണ്. അത് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ 750 എന്ന് കിട്ടണം. 325ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 250 കൂട്ടി നോക്കുക. ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കി ഉണ്ടാവുക 175 ആണ്. ഇനി 245ഉം 175ഉം കൂടെ കൂട്ടുക. എന്നിട്ട് ആ കൂട്ടിയ കിട്ടിയതിനെ 750ൽ നിന്ന് കുറക്കുക. അപ്പോൾ കിട്ടുന്നത് 330 എന്ന് ഉത്തരമായിട്ട് കിട്ടും. ഇനി അടുത്തത് ഇവിടെ കിട്ടേണ്ടത് എത്രയാണ്? 869 ആണ്. 314ഉം 208ഉം കൂടെ കൂട്ടുക. എന്നിട്ട് അതിൽ നിന്നും 869 കുറക്കുക. അപ്പോൾ ബാക്കിയുള്ളത് 347 എന്ന് കിട്ടും. എന്നിട്ട് 128ഉം 347ഉം കൂടെ കൂട്ടുക. എന്നിട്ട് 869ൽ നിന്നും അത് കുറക്കുക. അപ്പോൾ കിട്ടുന്നത് 394 എന്നുള്ളതായിരിക്കും. അടുത്തത് 961 കിട്ടണം. 435ഉം 210ഉം കൂടെ കൂട്ടുക. 645 കിട്ടും. 645നെ 961ൽ നിന്നും കുറക്കുമ്പോൾ 316 കുറവുണ്ടായിരിക്കും. ഇനി അടുത്തത് 178ഉം 316ഉം കൂടെ കൂട്ടുക. 494 ആയിരിക്കും. ഇനി 961ൽ നിന്നും 494 കുറക്കുക. അപ്പോൾ ബാക്കിയുള്ളത് 467 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക മാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ. ഇനി അടുത്തതിലേക്ക് കടക്കാം. കണക്കാക്കാം, കളം നിറക്കാം എന്നുള്ളതാണ് അല്ലേ. ഇവിടെ 300ൽ നിന്ന് 4 കുറച്ചത്, അതുപോലെ 200നോട് 12 കൂട്ടിയത്, 136 + 136, അങ്ങനെ ഒരുപാട് ഹിൻസ് വരുന്നുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് 300ൽ നിന്നും 4 കുറച്ചതാണ്. 300ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്?
ഉത്തരമായിട്ട് കിട്ടുന്നത് 296. അടുത്തത് 200നോട് 12 കൂട്ടിയാൽ 212 136 പ്ലസ് 136 എന്ന് പറയുന്നത് 272. നാലാമത്തത് 500 നിന്നും 264 കുറക്കുക. 500 നിന്ന് 264 കുറച്ച് കഴിഞ്ഞാൽ 236 എന്ന് ഉത്തരം കിട്ടും. ഇനി 100 പ്ലസ് 160 എന്ന് പറയുന്നത് 260. ആറാമത്തേത് 400 മൈനസ് 116 എന്ന് പറയുന്നത് 284. 399നോട് 151 കുറക്കുകയാണ് വേണ്ടത്. 151 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 248 ആണ്. 248. ഇനി അടുത്തത് എട്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് 300നോട് 8 കൂട്ടിയത് 308 ആണ്. ഇനി 524 നിന്നും നമ്മൾ എന്ത് കുറക്കണം? 524 നിന്നും 300 കുറച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 224 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ എഴുതുക. ജസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് എഴുതുക മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. ഓക്കെ, ഇനി കളം നിറച്ചല്ലോ ആദ്യ വരിയിലെ 3 സംഖ്യയും കൂട്ടി നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യ വരിയിലെ 3 സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ 780 എന്ന് ഉത്തരം കിട്ടും. രണ്ടാം വരിയിലെ 3 സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ 780 കിട്ടും. ആദ്യ നിരയിലെ 3 സംഖ്യകളും കൂട്ടുമ്പോൾ 780 കിട്ടും. ഉത്തരങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാം സെയിം ഉത്തരമാണല്ലേ. ഇനി മറ്റു വരിയും നിരയും പരിശോധിച്ച് നോക്കുക, എല്ലാം ഒരുപോലെ കിട്ടും. എല്ലാ തുകയും ഒരേ സംഖ്യ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. എട്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ടിക് 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 എന്ന് പറയുന്ന പാഠഭാഗമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.